15ാം നിയമസഭയുടെ 16ാം സമ്മേളനം നടക്കുകയാണ്. സഭ തുടങ്ങിയ ദിവസം മുതൽ ശബരിമലയെ ചൊല്ലിയുള്ള ബഹളങ്ങളാണ് നിയമസഭയിൽ. ഭരണപക്ഷത്തെ നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കിയതിനും ഡയസിന് മുകളിൽ കയറി കസാര പൊന്തിച്ചതിനും പഴി പറഞ്ഞ് 10 ദിവസം തികയും മുൻപ് പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ പരിഹസിച്ചു പറഞ്ഞ വാക്കുകൾ ബൂമറാങ് പോലെ തിരിച്ചടിച്ചു. പ്രതിപക്ഷ MLA-മാർ നിയമസഭയ്ക്കകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ UDF-ന് വലിയ രീതിയിലുള്ള ചീത്തപ്പേരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല തന്നെയാണ് കുറച്ചു ദിവസങ്ങളായി സഭയിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കാത്തതിലും കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നതുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതിനിടയിൽ രമേശ് ചെന്നിത്തല രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാ അന്വേഷണവും മരവിച്ചുവെന്നും തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയില്ലെന്നും എല്ലാ പ്രതികളും പുറത്തു വരുമെന്നും SIT-യുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുമാണ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് ഹൈക്കോടതി പറയുന്നത്. പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്ന് ഹൈക്കോടതി ഉറപ്പു നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ പരാമർശങ്ങൾ ഉണ്ടായത്. അതിനിടയിൽ ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എല്ലാ പ്രതികളും രക്ഷപ്പെടാൻ പോകുന്നു, ഒരു തെളിവും ശേഖരിക്കുന്നില്ല, SIT-ക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, SIT അന്വേഷണത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്, SIT അന്വേഷണം വഴിതെറ്റിയെന്നും VD സതീശൻ വിമർശിച്ചു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ശബരിമല വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഭയന്ന് പിന്മാറാൻ തയ്യാറല്ല ഭരണപക്ഷ MLA-മാർ. ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഭരണപക്ഷത്തിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ ഭരണകൂടം ഭയക്കില്ലെന്നാണ് സർക്കാർ ഉറച്ചു പറയുന്നത്. അതിനിടയിൽ ഇന്ന് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്ന് പറയാൻ പ്രതിപക്ഷത്തോട് വെല്ലുവിളിച്ചിരിക്കുകയാണ് മന്ത്രിമാർ. നിലതെറ്റിയ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്നും മന്ത്രിമാർ വിമർശിച്ചു. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ചയുടെ പ്ലക്കാർഡുമായാണ് ഭരണപക്ഷ അംഗങ്ങൾ സഭയിലെത്തിയത്. സ്വർണം കട്ടയാളും വാങ്ങിയ ആളും ഒപ്പമുള്ളയാളും 2 തവണ സോണിയയ്ക്ക് അടുത്തെത്തി. സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണ്ണ ഏലസ് കെട്ടാൻ അവസരമൊരുക്കിയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും സഭയിൽ ആവശ്യമുയർന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന കേസ് അന്വേഷണം പല രീതിയിലും വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇതിനു വേണ്ടിയാണ് തുടർച്ചയായി നിയമസഭയിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും SIT പാതി വഴിയിൽ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റി എത്തിച്ച കണ്ണികൾ ആരൊക്കെയാണെന്നുള്ള അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ പല വിഗ്രഹങ്ങളും ഉടയും. സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനിടയിൽ ഉയരുന്ന മറ്റൊരു സംശയം ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു കഴിയുന്ന VD സതീശന്റെ പ്രധാന എതിരാളി KC വേണുഗോപാൽ തന്നെയായിരിക്കും. ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ ഹൈക്കമാൻഡിൽ നല്ല പിടിപാടുള്ള KCയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്ത് വില കൊടുത്തും KC ഒതുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് SIT-യെ ചൊടിപ്പിക്കുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെ സംശയം ഉന്നയിക്കുന്നവരെ കുറ്റം പറയാനും സാധിക്കില്ല. നിയമസഭയിൽ പാർലമെന്ററി മര്യാദകളെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് സംശയം ഉന്നയിക്കുന്നവർ പറയുന്നത്.